പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ, ടെക്കി ടീച്ചേഴ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകം മുഴുവൻ കോവിഡ് ഭീതിയിൽ വീടുകളിലേക്ക് ഉൾവലിയപ്പെടുന്ന ഈ കാലഘട്ടം നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ഒരു അടിയന്തര പൊളിച്ചെഴുത്തിന് കൂടിയുള്ള കാലഘട്ടമാകുന്നു. സ്കൂളുകൾ വിദ്യാർത്ഥികളുടെ വീടുകളിലേക്ക് ചുരുങ്ങുകയും അധ്യാപനം കേവലം സൂം, മീറ്റ്, വീഡിയോകൾ മാത്രമാകുമ്പോൾ നമ്മൾ എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അസസ്മെന്റ് ആണ്. നമ്മൾ അഭിനയിച്ച വീഡിയോ ക്ലാസുകൾ നമ്മുടെ കുട്ടികൾ എങ്ങനെ മനസ്സിലാക്കി എന്ന് വിലയിരുത്തുന്നത് കേവലം വാർഷിക പരീക്ഷകളിൽ മാത്രമാവാതിരിക്കുന്നത് നമ്മുടെ ടീച്ചിങ് മെത്തേഡ്സിൽ വരുത്തേണ്ട അനിവാര്യമായ മാറ്റങ്ങളെക്കുറിച്ചും നമുക്ക് അറിവ് നൽകും. ഈ കോവിഡ് കാല ഓൺലൈൻ ടീച്ചിങ്ങിൽ നമ്മൾ നിർബന്ധമായും ഉപയോഗിക്കാൻ പഠിച്ചിരിക്കേണ്ട ഒരു ഗൂഗിൾ ടൂൾ ആണ് ഗൂഗിൾ ഫോം. ഇന്നത്തെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് വളരെ ഈസിയായി ഗൂഗിൾ ഫോം ഉപയോഗിച്ച് ചെറു പ്രശ്നോത്തരികൾ ഉണ്ടാക്കാനും അത് കുട്ടികളിൽ എത്തിക്കാനും തീർച്ചയായും സഹായിക്കും. ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യുന്നതിനായി നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഗൂഗിൾ ക്രോം എടുക്കുക. ഗൂഗിൾ ക്രോം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു വിൻഡോയിൽ കിട്ടും. ഇതിൽ നിങ്ങൾ ഓൾറെഡി സൈൻഡ് ഇൻ ആയിരിക്കും. നിങ്ങളുടെ അക്കൗണ്ട് ഇമെയിൽ ID സൈൻ ഇൻ ആയിരിക്കണം. അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ട് സൈൻ ഇൻ ആണെങ്കിൽ അതിനുശേഷം നിങ്ങൾക്ക് ഈ 9 ഡോട്ട്സ് ഗൂഗിൾ ആപ്സ്, ഇതാണ് ഗൂഗിളിന്റെ എല്ലാ ആപ്പുകളും കിട്ടുന്ന എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ. നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ ഗൂഗിൾ ഡ്രൈവ് എടുത്തു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവ് ആണ്. ഇപ്പോൾ ഓരോ ഇമെയിൽ IDക്കും ഗൂഗിൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡ്രൈവ് ഉണ്ട്, ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗൂഗിൾ ഡ്രൈവ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം ഒരു ഫോൾഡർ നമുക്കിതിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അപ്പം ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷനാണ്. ഇവിടെ ഒരു ഫോൾഡർ ജസ്റ്റ് ക്വിസ് എന്ന് ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് വേണമെങ്കിൽ നിങ്ങളൊരു കളർ കൊടുത്തോ, പെട്ടെന്ന് ശ്രദ്ധിക്കാൻ ഒരു റെഡ് കളറിൽ കൊടുത്തു. ഈ ക്വിസ് എന്നുള്ള ഫോൾഡറിന്റെ ഉള്ളിലേക്ക് ബാക്കി വർക്കുകളൊക്കെ ചെയ്താൽ അത് ഈസി ആയിരിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അതിന്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾ ഈ പ്ലസ് ബട്ടണിൽ കയറുക, അല്ലെങ്കിൽ ഇവിടുന്നാണെങ്കിലും നിങ്ങൾക്ക് ഗൂഗിൾ ഫോം എടുക്കാൻ കഴിയും. നിങ്ങൾ സാധാരണ കാണുമ്പോൾ ഗൂഗിൾ ഡ്രൈവിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഡോക്കും ഷീറ്റും ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് അറിയുന്നത്. എന്നാൽ മോർ ഓപ്ഷനിലേക്ക് പോയാൽ നിങ്ങൾക്ക് അതിൽ ആദ്യമായി കാണുന്നത് ഗൂഗിൾ ഫോം ആണ്. ഗൂഗിൾ ഫോമിൽ ക്ലിക്ക് ചെയ്താൽ തൊട്ടടുത്ത ടാബിൽ തന്നെ നിങ്ങൾക്ക് ഒരു അൺടൈറ്റിൽഡ് ഫോമാണ് ക്രിയേറ്റ് ചെയ്ത് വരിക. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ ഇവിടെ ഗൂഗിൾ ഫോമിന്റെ പേരൊന്ന് മാറ്റുക. നിങ്ങൾക്ക് ടെസ്റ്റ് ക്വിസ് എന്ന് പേര് മാറ്റി ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ പേര് അങ്ങനെ വന്നു. ഇതാണ് ഗൂഗിളിന്റെ ഫോമിന്റെ ഡിഫോൾട്ട് ഓപ്ഷൻ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എൻ്റർ ചെയ്യുന്നതിനായിട്ട് ഞാൻ കുറച്ച് ചെയ്തു വെച്ചിട്ടുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് പ്രിപ്പയർ ചെയ്തു സമയം ലാഭിക്കാൻ വേണ്ടി. അപ്പോൾ ഈ പ്ലസ് ബട്ടൺ ആണ് ക്വിസിലേക്ക് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. ഇന്ന് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് മാത്രം ഞാൻ ഡിസ്കസ് ചെയ്യാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് ഉണ്ട് ഗൂഗിളിൽ. അപ്പോൾ ഈ പ്ലസ് ബട്ടണിൽ നമ്മളൊന്ന് ഞെക്കി കഴിയുമ്പോൾ ആദ്യമായിട്ട് ഡിഫോൾട്ട് ആയിട്ടൊരു മൾട്ടിപ്പിൾ ചോയ്സിന്റെ ഓപ്ഷനാണ് വരുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിലുള്ള ക്വസ്റ്റ്യൻസിന്റെ ഓപ്ഷൻസ് എല്ലാം കാണാൻ കഴിയും. ഏതൊക്കെ ടൈപ്പ്, ഒരു ഡേറ്റ് എൻ്റർ ചെയ്യാം, ടൈം എൻ്റർ ചെയ്യാം, ചെക്ക് ബോക്സ്, ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി ഞാൻ ഓരോ ഓപ്ഷൻസ് പറഞ്ഞു തരാം. ഇന്ന് ബേസിക്കായി കുറച്ച് ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികൾക്കടക്കം ബേസിക്കായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വിസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ഓപ്ഷൻ തന്നെ ആദ്യം എടുക്കാം. ഒരു ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സെറ്റിംഗ്സിൽ പോയിട്ട് ഇതിനെ ഒരു ക്വിസ് ആക്കി, ഇതൊക്കെ ഞാൻ പിന്നീട് അടുത്ത ഓപ്ഷനുകളിൽ പറഞ്ഞുതരാം. നിങ്ങളൊരു ടെസ്റ്റ് ആണ് നടത്തുന്നതെങ്കിൽ ലിമിറ്റ് 1 റെസ്പോൺസ് വേണമെങ്കിൽ ചെയ്യാം. കളക്ട് ഇമെയിൽ ID ആദ്യം തന്നെ ചെയ്യാം, അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. കുട്ടികളുടെ ഇമെയിൽ ID നമുക്ക് കിട്ടും, അത് വേണമെങ്കിൽ ടിക്ക് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ പ്രസന്റേഷനിൽ മാറ്റം വരുത്തേണ്ടത്, ഇതൊരു ക്വിസ് ആക്കി മാറ്റിയാൽ ഇവിടെ ടിക്ക് ചെയ്താൽ ഇത് ക്വിസായി മാറി. ഈ ക്വിസ് നിങ്ങൾക്ക് 2-3 ഓപ്ഷൻസ് ഉണ്ട്. കുട്ടികൾക്ക് നിങ്ങൾ ആൻസർ സെറ്റ് ചെയ്ത് കൊടുത്താൽ അതിന്റെ ആൻസർ ഓട്ടോമാറ്റിക് ആയിട്ട് മാർക്ക് ചെയ്ത് കുട്ടികൾക്ക് ഇത്ര മാർക്ക് ഉണ്ട് എന്ന് കാണിക്കും. ഇവിടെ കറക്റ്റ് ആൻസർ കാണിച്ചാൽ പരീക്ഷ കഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടികൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതും കാണിക്കാനുള്ള ഓപ്ഷനാണ്. തൽക്കാലം ഞാനിത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഈച്ച് സബ്മിഷൻ എന്നുള്ളത് തന്നെ സെലക്ട് ചെയ്തു. ഇത്രയും സെറ്റിംഗ്സ് ഇവിടെ ഡിഫോൾട്ടായിട്ട് ഞാൻ ചെയ്തു വെച്ചേക്കുവാണ്. അപ്പം ഇമെയിൽ കളക്ടിങ്ങും ഇത്രയും കൂടി ഇരിക്കട്ടെ. അത് കഴിഞ്ഞു ഇത് സേവ് ചെയ്യുക.
തിരിച്ചിവിടെ വരിക. ഇവിടെ ഇപ്പോൾ ഓൾറെഡി കുട്ടികളുടെ ഇമെയിൽ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഈ സെറ്റിങ്സ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റിങ്സിൽ പോവാം. ഈ ഇമെയിൽ ഓപ്ഷൻ കളക്ട് ഇമെയിൽ ഓപ്ഷൻ അൺടിക്ക് ചെയ്യുക. അപ്പം നമുക്ക് കുട്ടികളെ അറിയണമെങ്കിൽ പിന്നെയുള്ള ഓപ്ഷൻ എന്ത് ചെയ്യണം, ഒരു ക്വസ്റ്റ്യൻ അവിടെ ഇൻസേർട്ട് ചെയ്യുക. ഇവിടെ കുട്ടികളുടെ പേര് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക. അതിൽ മൾട്ടിപ്പിൾ ചോയ്സ് അല്ല, ഈ ചോദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആക്കുന്നു. ഇവിടെ കുട്ടികൾ അവരുടെ പേര് എൻ്റർ ചെയ്യട്ടെ, അതിന് പ്രത്യേകിച്ച് മാർക്കൊന്നും കൊടുക്കാതെ. അടുത്ത ഓപ്ഷൻ ക്ലാസ്. നിങ്ങൾക്ക് പല ക്ലാസ്സുകളുണ്ടെങ്കിൽ ക്ലാസ് എന്ന് മെൻഷൻ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടോ അല്ലെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഡ്രോപ്പ് ബോക്സ്. ഞാനിപ്പോൾ ഈ ഡ്രോപ്പ് ബോക്സ് എന്ന ഓപ്ഷനിൽ കുറച്ച് ക്ലാസ്സുകൾ എൻ്റർ ചെയ്യുകയാണ്. ഇത് കോപ്പി ചെയ്ത് ജസ്റ്റ് അടുത്തതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് പോയാൽ മതി. 6 മാറി 7 ആക്കുക, 8 ആക്കുക, 9, 10. ഇപ്പോൾ 10 ക്ലാസ്സുകളെ അവിടെ കുട്ടികൾക്ക് സെലക്ട് ചെയ്യാവുന്ന രീതിയിൽ ഇത് ചെയ്തു. അടുത്ത് ഒരു അൺടൈറ്റിൽഡ് ക്വസ്റ്റ്യൻ എന്നുള്ളത് നമ്മൾ ഇവിടുന്ന് മാറ്റി ഈ ക്വസ്റ്റ്യൻ എടുത്തു, അത് പേസ്റ്റ് ചെയ്തു. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, അതിൻ്റെ ആൻസറും അവിടെ പേസ്റ്റ് ചെയ്തു. ഇതിൻ്റെ ആൻസർ ഈ ചോയ്സ് നോക്കി നമുക്ക് ഇപ്പം തന്നെ ആഡ് ഫീഡ്ബാക്ക് ഓർ ആൻസർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എന്ത് ചെയ്യുക, ഐ ഹാവ് ബീൻ ഇൻഫോംഡ് ടു വെയിറ്റ്. ഇതിലേതാ ആൻസർ എന്ന് വെച്ചാൽ അത് ടിക്ക് ചെയ്യുക. അറ്റാണ് ഇവിടെ ആൻസർ. ഇതിന് മാർക്ക് എത്രയാണ് നിങ്ങൾ കൊടുക്കുന്ന, 1 മാർക്ക്. ഓക്കെ, ഇനി ആൻസർ ഫീഡ്ബാക്ക് എന്നുള്ളത് കറക്റ്റ് ആൻസർ, വെൽ ഡൺ വേണമെങ്കിൽ കൊടുത്താൽ മതി. വെൽ ഡൺ. ഇത് ഇൻകറക്റ്റ് ഫീഡ്ബാക്ക് ആണ്, അതിനിവിടെ പേസ്റ്റ് ചെയ്തു. ഇൻകറക്റ്റിൽ ട്രൈ അഗെയിൻ കൊടുക്കാം. ട്രൈ അഗെയിൻ കൊടുത്തു. ട്രൈ അഗെയിൻ. ഓക്കെ, ഇത് സേവ് ചെയ്തു. ഓക്കെ, ഞാനിത് ചെയ്തത്. ഇനി ഈ ക്വസ്റ്റ്യൻ്റെ ഡൺ ഇവിടെ കൊടുത്തേക്കുക. ഇതിൻ്റെ കോപ്പി ഇത് റിക്വയർഡ് എന്ന ഓപ്ഷൻ കൊടുക്കുക. ഈ ക്ലാസിൻ്റെതും റിക്വയർഡ് ഓപ്ഷൻ കൊടുത്തു വെക്കുക. ഇവിടെയും റിക്വയർഡ് ആണ് കൊടുത്തത്, പേരും ക്ലാസ്സും. അപ്പം അത് കഴിഞ്ഞു. ഇത് നമ്മൾ ചെയ്ത് ഇനി ഇതിൻ്റെ ഒരു കോപ്പി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അടുത്തതും ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ തന്നെ, ജസ്റ്റ് മൾട്ടിപ്പിൾ ചോയ്സ് തന്നെ ഇടുക. ആ ക്വസ്റ്റ്യൻ മാറ്റി എവറിബഡി. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇടാം. മൊബൈൽ ഡാഷ് സ്റ്റോളൻ. ഇതിൻ്റെ ചോയ്സ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാവ്. ഈ ചോയ്സസ് ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചതാണ്. ഇതെല്ലാം ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയുക ഇതൊക്കെ. എന്നിട്ട് ഇവിടെ ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. ഇതിൻ്റെ ആൻസർ മൈ മൊബൈൽ ഹാസ് ബീൻ സ്റ്റോളൺ ആണ് ആൻസർ. അപ്പോൾ ആ ആൻസർ സെറ്റ് ചെയ്ത് വെക്കുക. ഹാസ് ബീൻ സ്റ്റോളൺ, ഇത് അൺടിക്ക് ചെയ്ത് വെക്കുക. ഇതും കഴിഞ്ഞു, 1 പോയിന്റ് തന്നെ കൊടുത്തു. ഡൺ. ഇനി ഓക്കെ, മൾട്ടിപ്പിൾ ചോയ്സ് എൻ്റർ ചെയ്യുന്നത് പഠിച്ചില്ലേ. ഇനി അടുത്തത് ഈ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ. ഇനി വേറൊരു ചോദ്യം, ചൂസ് ഓൾ ദ സിനോണിംസ് ഓഫ് ദ വേർഡ് ടേസ്റ്റി. ഇത് ഒരു ഉത്തരമല്ല, കുറേ ഉത്തരങ്ങൾ, മൾട്ടിപ്പിൾ ആൻസേഴ്സ് വരുമ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ ഉപയോഗിക്കാം. അതെങ്ങനെയാണ്, മൾട്ടിപ്പിൾ ചോയ്സ് അല്ല, ചെക്ക് ബോക്സ് ആണ്. ചെക്ക് ബോക്സ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആൻസേഴ്സ് ആവുന്ന തരത്തിൽ ഈ ഓപ്ഷൻ ചെയ്ത് കൊടുക്കാം. ഇതിൽ ആൻസർ സെറ്റ് ചെയ്യുക. ഇതിൽ നമുക്കിതൊന്ന് ക്യാൻസൽ ചെയ്ത് വിടണം. എന്നിട്ട് അതിൽ വേണ്ട വാക്കുകൾ ഞാനിവിടെ ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക.
ഇപ്പോൾ എല്ലാ വാക്കുകളും ഡിലീഷ്യസ് തൊട്ട് എല്ലാ വാക്കുകളോട് അപ്പിയർ ചെയ്തു. ഇതിലിനി എന്ത് ചെയ്യുക, ആൻസർ കീ ആഡ് ചെയ്യുമ്പോൾ ടേസ്റ്റി എന്ന വാക്കിൻ്റെ സിനോണിമസ് ആയിട്ടുള്ള വാക്കുകളെല്ലാം ടിക്ക് ചെയ്ത് വെക്കുക. മൗത്ത് വാട്ടറിങ്, ടൂത്സം, അപ്പറ്റൈസിങ്, ഇത്രയല്ലേ ആൻസേഴ്സ്. അപ്പോൾ ഇത് എത്ര, 1, 2, 3, 4, 5 മാർക്കും കൊടുക്കാൻ വേണമെങ്കിൽ, അല്ല നിങ്ങൾക്ക് വേണ്ടതുപോലെ. ഓക്കെ, ഇത് കഴിഞ്ഞു, ഡൺ കൊടുത്തു. അടുത്ത ഇതേ ക്വസ്റ്റ്യന് നമുക്ക് കോപ്പി ചെയ്യാം, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അടുത്ത ഇതൊരു മാച്ചിങ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. മാച്ചിങ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ഇവിടെ ഇട്ടു. മാച്ച് ദ വേർഡ്സ് വിത്ത് ദെയർ മീനിങ്സ്, ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് മാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഡ്രോപ്പ് ബോക്സ് നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ, ഫയൽ അപ്ലോഡ്, ലീനിയർ സ്കെയിലിംഗ് ഉണ്ട്, മാച്ച്, മൾട്ടിപ്പിൾ ചോയ്സ് ഗ്രിഡ്. ഇത് കോളം എ, കോളം ബി ആണ്. ഇതാണ് മാച്ചിങ്ങിന് പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുന്ന, കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ. ഇതിൽ വാക്കുകൾ, ഈ വാക്കുകളുടെയൊക്കെ മീനിങ്സ് കുട്ടികൾ മാച്ച് ചെയ്യാനാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വേർഡ്സ് എല്ലാം ഇട്ടു. അത് കഴിഞ്ഞ് അതിൻ്റെ മീനിങ്സ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ജസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നമുക്കിനി ആൻസർ സെറ്റ് ചെയ്യുന്ന ഓപ്ഷനാണ്. ഇതിന് ആൻസർ സെറ്റ് ചെയ്യാൻ അമേസിങ് എന്ന വാക്കിൻ്റെ ഓക്കെ, ആൻഷ്യൻ്റ്, വെരി ഓൾഡ് അറിയാവുന്നത് ഇവിടുന്ന് ആദ്യം ചെയ്തു. പ്രറ്റി, ബ്യൂട്ടിഫുൾ, അക്കോമഡേഷൻ, ഇത് പകുതി വായിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത് തിരിച്ചു പോകുമ്പോൾ എ റൂം ഓർ, ഇതാണ് അക്കോമഡേഷൻ. കൺവിൻസ്, മേക്ക് സമ്മൺ, ഓക്കെ ഇതാണ്. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ഓക്കെ, ഡൺ, ആൻസേഴ്സ് സെറ്റ് ചെയ്തു. ഇതിന് ഓരോന്നിനും എത്ര മാർക്ക് വേണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓരോന്ന് ശരിയാക്കിയാലും ഓരോ മാർക്ക് വെച്ച് കൊടുക്കാം. ഡൺ. ഇതിൽ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അമേസിങ്, വെരി ഓൾഡ്, ഇതാണ് ആൻസർ സെറ്റ് ചെയ്തത്, കറക്റ്റ് ആണോ എന്ന് നോക്കിയേക്കണം. അത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ മാച്ചിങ് ആണ്. ഇനി ഇത് ഞാനൊരു ഇമേജ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഇത് തന്നെ കോപ്പി ചെയ്യാം. നമുക്ക് കോപ്പി ചെയ്തിട്ട് ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ക്വസ്റ്റ്യൻ ടൈപ്പ് മാറ്റി നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് തന്നെ കൊടുത്തു. ഇവിടെ നമ്മളൊരു ഇമേജ് ഇൻസേർട്ട് ചെയ്യാണ്. ഇതിപ്പം ക്യാമറയിൽ നിന്നോ നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഇല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ തന്നെ ഇടുന്ന ഫോട്ടോസോ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അവിടെ നിന്ന് എടുക്കാം. ഞാനിതിൻ്റെ കമ്പ്യൂട്ടറിൽ തന്നെ ഉള്ളൊരു ഫോട്ടോ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ കമ്പ്യൂട്ടറിൽ ഡെസ്ക്ടോപ്പിൽ ഞാനിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊരു അനിമൽ സെല്ലിൻ്റെ ഫോട്ടോയാണ്. ഈ ഫോട്ടോ ഇൻസേർട്ട് ചെയ്തു. ഇതിൻ്റെ ക്വസ്റ്റ്യൻ, what is marked A in the picture of the given animal cell എന്ന് ജസ്റ്റ് കൊടുത്തു. ഇത് സേവ് ചെയ്തു. 5, ക്വസ്റ്റ്യൻ നമ്പർ 5 ആണിട്ടത്. മൾട്ടിപ്പിൾ ചോയ്സ് തന്നെയാണ്. ഇത്രയും വലുതാണ് ഇതിൽ കൊടുത്ത. വേണം നിങ്ങൾക്ക് സൈസ് കുറയ്ക്കാം, ഇമേജിൻ്റെ സൈസ് കുറച്ച് അലൈൻമെൻറ്റും നടുക്കൊക്കെ ആക്കണമെങ്കിൽ അതാക്കാം. അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എ എന്ന് പറഞ്ഞ ഇതാണ്. ഇതിൻ്റെ ചോയ്സസും ജസ്റ്റ് ഇവിടെ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇതിൽ ശരിക്കും എ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ലൈസോസോമാണ്. അപ്പോൾ ലൈസോസോമിന് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ കീയിൽ ലൈസോസോം എന്ന് ടിക്ക് ചെയ്യുക. ലൈസോസോം എന്ന് ടിക്ക് ചെയ്യുക. മാർക്ക് ഓൾറെഡി എൻ്റർ ചെയ്തിട്ടുണ്ട്, 1 മാർക്ക്. അത്രയും കഴിഞ്ഞാൽ ഡൺ. ഇത് ചെയ്തു. ഇനി ആൻസർ കീയും സെറ്റ് ചെയ്തു.
ഇത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്താൽ മതി. നമുക്ക് ചോയ്സസിലും ഇമേജസ് ഇൻസേർട്ട് ചെയ്യാം. നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഇതിന് ചെറിയ തീംസ് ഒക്കെ സെലക്ട് ചെയ്യാൻ, കളർ മാറ്റാനും ഒക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്തായാലും ഒരു ഹെഡർ തീം മാറ്റാം. ഇവിടെ ഹെഡർ സെലക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കൊരു നമ്മുടെ ചോയ്സ്, സ്കൂളിൻ്റെ എയിമോ അങ്ങനെ എന്തെങ്കിലും ഉള്ളൊരു ചോയ്സ് നമുക്ക് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. അതിന് സിമ്പിളാണ്. ഇവിടുന്ന് ഡെസ്ക്ടോപ്പിൽ നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ച, ഞാൻ ഓൾറെഡി ബാനർ സേവ് ചെയ്തിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ, അത് ഇൻസേർട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ട അലൈൻമെൻറ്റ് ചെയ്ത് ഇൻസേർട്ട് ചെയ്തു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസിൻ്റെ പ്രിവ്യൂ കാണാനൊരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് പ്രിവ്യൂ ഓപ്ഷൻ. ഈ പ്രിവ്യൂവിൽ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾ തന്നെ ഇതൊന്ന് ചെയ്ത് നോക്കുക ശരിയാണോ എന്നുള്ളത്. രണ്ട് ഓപ്ഷൻ, ഇവിടെ ഇമെയിൽ ID കൊടുത്താൽ അവർക്ക് അയച്ചു കൊടുക്കാം മെയിലായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ സൂം മീറ്റിലോ ക്ലാസ് മീറ്റിലോ എന്തെങ്കിലും ലെസൺസ് എടുത്തു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ലെസണിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്കിത് ഈ ലിങ്ക് നിങ്ങൾ നേരത്തെ ചെയ്ത് സേവ് ചെയ്ത് വെച്ചേക്കുക. ഈ ലിങ്ക് നിങ്ങൾക്ക് കുട്ടികൾക്ക് ഇട്ട് കൊടുത്താൽ മതി. ഈ ലിങ്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ന്യൂ ഇൻകോഗ്നിറ്റോ നേരത്തെ ലിങ്ക് ഇട്ട് കൊടുത്താൽ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ന്യൂ ഇൻകോഗ്നിറ്റോ എടുത്ത് നോക്കാം. ഈ ക്വിസ് ഇതിൽ എൻ്റർ ചെയ്യുക. കുട്ടികൾക്ക് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻസ് ലോഡ് ചെയ്ത് വരും. നമ്മുടെ ടെസ്റ്റ് ക്വിസ് ആണിത്. ഇതിൽ നെയിം അടിച്ചു, ടീന. ക്ലാസ് സെലക്ട് ചെയ്തു, 9ാം ക്ലാസ് ആണ്. ക്വസ്റ്റ്യൻസ് അറ്റ് ഹോം. choose all the synonyms of the word tasty, delicious, palatable, mouth-watering, toothsome, appetizing. Ini amazing, causing great wonder, ancient, very old, pretty, beautiful, accommodation, a room or building, convince, make someone believe. ഓക്കെ, ഇതിൽ എ എന്ന് പറയുന്നത് ലൈസോസോമാണ്. സബ്മിറ്റ് ചെയ്താൽ സബ്മിറ്റ് ചെയ്യുന്ന കുട്ടിക്ക് അവൻ്റെ മാർക്ക് കാണാൻ പറ്റും. അവന് 12 ഔട്ട് ഓഫ് 12 ആണ് അവൻ്റെ മാർക്ക്. അവന് ഏതാ തെറ്റിയതെന്നോ എന്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെന്നോ അവന് വിലയിരുത്താൻ പറ്റും. ഇനി അതുപോലെ തന്നെ ഈ ക്വിസിലേക്ക് വന്നാൽ, ഇപ്പം നമ്മൾ ക്വിസ് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, കുട്ടികൾക്ക് ചോയ്സസ് ഇവിടെയൊക്കെ പലയിടത്തും ചോയ്സ് ഷഫിൾ ചെയ്യാതെ വരുന്നില്ലേ. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വേണമെങ്കിൽ കുട്ടികളുടെ ചോയ്സ് ഷഫിൾ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ, റെസ്പോൺസ് വാല്യൂ ഷഫിൾ ഓപ്ഷൻ ഓർഡർ. ഇത് ചെയ്തു വെച്ചാൽ ഈ ഓർഡർ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. ഷഫിൾ ഓർഡർ. അപ്പോൾ ഇതിലും ഓപ്ഷൻസ് ഇങ്ങനെ ചോയ്സസ് ഷഫിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇനി കുട്ടികൾക്ക് ഇത് കൊടുത്തു കഴിഞ്ഞ് കുട്ടികളുടെ റെസ്പോൺസ്, നമ്മുടെ ടീച്ചേഴ്സ് കുട്ടികൾ ചെയ്യുന്ന റെസ്പോൺസ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാമെന്ന് പറയാം. അതിനു മുമ്പ് ഈ ക്വിസ് കുറച്ച് പേര് ചെയ്ത് അതിൻ്റെ റെസ്പോൺസ് ഒരു ഷീറ്റിലേക്ക് എടുക്കുന്നതും അത് കുട്ടികളുടെ റെസ്പോൺസിനെയും അവരുടെ മാർക്കും എങ്ങനെ വിലയിരുത്താമെന്നുള്ളതും കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ ക്വിസിൽ 10 റെസ്പോൺസസ് ഉണ്ട്. നമ്മുടെ കുട്ടികൾ എത്ര പേര് ക്വിസ് ചെയ്ത് കഴിഞ്ഞാലും അത് കഴിഞ്ഞ് നമ്മൾ ഈ ക്വിസിലെടുത്ത് നോക്കുക. പിന്നെയും നേരിട്ട് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ കയറുക, ജിമെയിലിൽ കയറി ഗൂഗിൾ ഡ്രൈവിൽ കയറി ആ ഫോൾഡർ എടുത്ത് നോക്കിയാൽ ടെസ്റ്റ് ക്വിസ് എന്ന് പറഞ്ഞ് ഇവിടെ ഉണ്ടാവും. ഇത് തുറന്ന് നോക്കിയാൽ ഇവിടെ റെസ്പോൺസസ് നിങ്ങൾക്ക് കാണാം. റെസ്പോൺസസ് 10 റെസ്പോൺസ് എന്ന് കണ്ടോ. അപ്പോൾ ഈ റെസ്പോൺസസ് കുട്ടികളുടെ അറ്റൻഡ് ചെയ്തതിൻ്റെയാണ്. നിങ്ങൾക്ക് അപ്പം തന്നെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെ അത് കഴിഞ്ഞാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് നോക്കാം. ഇപ്പോൾ ഇതാ കുട്ടികളുടെ ടോട്ടൽ മാർക്കാണ്, ടോട്ടൽ പോയിന്റ്സ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടോ. ഇത് 12 മാർക്ക് ഫുൾ മാർക്ക് കിട്ടിയവർ, ഇതൊരു ഗ്രാഫായിട്ട്. പിന്നെ എഴുതിയ കുട്ടികൾ, ഏതൊക്കെ കുട്ടികൾ എഴുതി. ഇനി അടുത്തത് ക്ലാസ് വൈസിലുള്ളൊരു ഗ്രാഫാണ്. 10ാം ക്ലാസ്സിലെ ഓറഞ്ച് 8ാം ക്ലാസ്സിലെ കുട്ടികളാണ് ഇത്രയും മാർക്ക് വാങ്ങിയത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതാ ഈ ക്വസ്റ്റ്യന് ഏതൊക്കെ കുട്ടികൾ എത്ര പേര് ഇത് ശരിയാക്കി തെറ്റാക്കിയതും അവരെടുത്ത ചോയ്സ്. ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഇനി ഇതൊരു വലിയ ഡാറ്റ 10, 30, 100 കുട്ടികളുള്ള ക്ലാസ്സിലേക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ചെയ്യേണ്ടത് ക്രിയേറ്റ് എ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞ് വളരെ സിമ്പിളാണ്. അവിടെ ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ന്യൂ സ്പ്രെഡ്ഷീറ്റ് കൊടുക്കുക. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പ്രെഡ്ഷീറ്റും നിങ്ങളുടെ ഈ ഡ്രൈവിൽ ഞാൻ ഉണ്ടാക്കിയ ഫോൾഡറിൽ ടെസ്റ്റ് ക്വിസ് റെസ്പോൺസസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാവും.
ഇതാ ഈ ഷീറ്റാണത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കുട്ടികളുടെ മാർക്ക്, ഡയറക്റ്റ് വേണമെങ്കിൽ അവർ അറ്റൻഡ് ചെയ്ത ടൈം, അതുപോലെ തന്നെ അവർക്ക് കിട്ടിയ മാർക്ക്, ഇത് രണ്ടും മാത്രമേ നിങ്ങൾക്ക് വേണ്ടുവെങ്കിൽ ഇങ്ങനെ എടുക്കാം. പേരും ക്ലാസ് ഇതാ ഇത്രയും. അല്ലെങ്കിൽ ഇനി ഓരോ ക്വസ്റ്റ്യൻ വൈസിൽ നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. ഈ സംഭവം ഇങ്ങനെ സേവ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആണ്. ഇനിയും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കണതനുസരിച്ച് ഈ ഷീറ്റിൽ ഇങ്ങനെ ഡാറ്റ എൻ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഈ കുറച്ച് ദിവസം കഴിഞ്ഞു ഇനി ഈ ക്വിസ് അവർ ചെയ്യണ്ട എന്നാണെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ പിന്നീട് കുട്ടികൾക്ക് ഇത് ചെയ്താൽ കിട്ടില്ല. പക്ഷെ കുട്ടികൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്തോട്ടെ എന്നാണെങ്കിൽ നിങ്ങൾക്ക് അത് അവിടെ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സിംഗിൾ ടെസ്റ്റാണ്, നിങ്ങളൊരു ദിവസം പഠിപ്പിച്ച ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു ചെറിയ ക്വിസാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പിലേക്ക് തന്നെ കുട്ടികൾക്ക് ഇട്ട് കൊടുത്താൽ അത് വളരെ നന്നായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഡാറ്റ എൻ്റർ ചെയ്ത് വെക്കാം. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് മീറ്റിൻ്റെ അറ്റൻഡൻസ് ചെയ്യാനും ഒക്കെ വളരെ സിമ്പിളാണ്. ഇത് ഗൂഗിൾ ഫോമിൻ്റെ ബേസിക്സേ ഉള്ളൂ. ഇതിൻ്റെ ഗൂഗിൾ ഫോം വെച്ച് ഇനിയും നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ചെയ്യാൻ കഴിയും. അതിനെക്കുറിച്ചൊക്കെ അടുത്ത എപ്പിസോഡ് വിശദീകരിച്ചു തരാം. തുടർന്നുള്ള എപ്പിസോഡുകൾ കാണാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഈ ടൂൾ നിങ്ങളുടെ ക്ലാസ് റൂമുകളിലേക്ക് ഉപയോഗിക്കും എന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു.